സേതു ഹിമാചലം മുഴങ്ങി പാഞ്ചജന്യം ലോകവീരം മഹാപൂജ്യം സർവരക്ഷകം വിഭും. ഹൈന്ദവ സമൂഹത്തിൻ്റെ ഉണർവിനായിട്ടുള്ള പ്രഭാഷണത്തിന് അടുത്തതായി നമ്മുടെ സമ്മേളനത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ കുടശനാട് മുരളിയെ ക്ഷണിക്കുന്നു. പാഞ്ചജന്യം മഹാഭാരതത്തിൻ്റെയും കേരള ക്ഷേത്ര സമന്വയ സമിതിയുടെയും അതോടൊപ്പമുള്ള ഹിന്ദു ധർമ്മ പരിഷത്ത്, പാഞ്ചജന്യം മാതൃഭാരതി, പാഞ്ചജന്യം കലാഭാരതി, ഹരിവരാസനം ട്രസ്റ്റ് സംഘടനകളുടെ ഒരു ഏകോപന സമിതി, ദേശീയ കോർഡിനേഷൻ സമിതി രൂപീകരിക്കുന്നുണ്ട്. ആ കോർഡിനേഷൻ സമിതിയുടെ നേതൃത്വത്തിലാണ് ഒരു പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ശബരിമല നമുക്കെല്ലാം പുണ്യസങ്കേതമാണ്. ആ സ്ഥാപനത്തിൽ, ആ പ്രസ്ഥാനത്തിൽ, ലോകം ആചരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിൽ അരുതാത്തതൊന്നും തന്നെ നടന്നുകൂടാ. അതിൻ്റെ വികസനം എല്ലാ ഹൈന്ദവ ഭക്തജനങ്ങൾക്കും സമൂഹത്തിനും ഒന്നാകെ തന്നെ പ്രയോജനപ്പെടേണ്ടതാണ്. അതിൻ്റെ വികസനം സുസാധ്യമാകേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ട് ഏതാനും വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി, ഇത് പുതിയ വിഷയങ്ങളൊന്നും അല്ല എങ്കിൽ പോലും ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന്, പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്നുള്ള ഒരു പ്രസ്താവനയാവുമ്പോൾ, ഒരു പ്രമേയമാവുമ്പോൾ അതിന് അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ദേശീയ ഹൈന്ദവ കോർഡിനേഷൻ്റെ ഈ പ്രമേയം ഞാൻ നിങ്ങളുടെ എല്ലാം അനുവാദത്തിനായി സമർപ്പിക്കുകയാണ്. ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശബരിമല വികസനത്തിന് പണം അനുവദിക്കണം. ക്ഷേത്രങ്ങളുടെ ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുകയും ക്ഷേത്ര വരുമാനം ക്ഷേത്രത്തിൻ്റെ പുരോഗമന ആവശ്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുകയും ചെയ്യണമെന്ന് ദേശീയ ഹൈന്ദവ കോർഡിനേഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നു. ഇത്രയുമാണ് പ്രമേയം. ഈ പ്രമേയം കൈയടിച്ച് എല്ലാവരും പാസ്സാക്കുക. ഇതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്നൊരു പുസ്തകം ഈ പരമേശ്വരജി എഴുതിയതിൻ്റെ 10ാം പതിപ്പ് ഈ വേദിയിൽ നമ്മുടെ ഡൽഹിയിലെ മുതിർന്ന കാരണവരായ വേണുചേട്ടൻ ഹരിഹര സാറിന് കൊടുത്തുകൊണ്ട് നിർവഹിക്കുന്നൊരു ചടങ്ങൂടെ വരികയാണ്. ഇതിനായി കൊടുക്കുന്നതിന് വേണ്ടി വേണുചേട്ടനെയും ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ ഹരിഹര സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഭാരതം ഒന്നാണ്, ഭാരതീയർ എന്നും ഒന്നായിരുന്നു. ഇത്തരൊരു സങ്കല്പം ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തിൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വേദി വെച്ച് പ്രൊഫസർ പി നടേശൻ സാർ എഴുതിയ ഹരിവരാസനം എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം അത് രാജശേഖരൻ സാറ് വേണിച്ചേട്ടന് നൽകിക്കൊണ്ട് ഹരിവരാസനത്തെ വളരെ ആഴത്തിൽ പഠിച്ച് ആധികാരികമായി എഴുതപ്പെട്ട മലയാള പുസ്തകത്തിൻ്റെ പരിഭാഷയാണ്. അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാം മുതിർന്ന കാരണവരായ ശ്രീ വേണുചേട്ടനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഞാനിവിടെ വളരെ അബദ്ധവശാൽ വന്നുപെട്ടതാണ്. ഇവിടെ കയറിയിരിക്കാനോ ഒന്നും ഉദ്ദേശിച്ചുവന്നതല്ല. നമ്മുടെ കൺവീനർ സർവോത്തം ശർമാജി കണ്ടിരുന്നു കാര്യാലയത്തിൽ വെച്ച്. വരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട്
പരിപാടി കാണാനായിട്ട് വന്നതാണ്. ഏതായാലും ഇവിടെ ഒരു പ്രമേയം പാസ്സാക്കിയതിൻ്റെ അത് ആർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായില്ല. എന്നുവെച്ചാൽ അതിൽ ദേശീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അത് രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ ഇടയിൽ മാത്രമല്ല, ദക്ഷിണ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന് അപ്പുറം മറികടന്നുകൊണ്ട് അയ്യപ്പ തത്വം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ഉത്തര ഭാരതത്തിലെ ഹൈന്ദവ സമൂഹം ഇരുമുടി നിറച്ച് ശബരിമലയിട്ട് പോകുന്നതായിട്ടുള്ള 41 ദിവസത്തെ വ്രതത്തോടു കൂടിയിട്ട് മാലയിട്ട് അയ്യപ്പ ദർശനത്തിന് വേണ്ടിയിട്ട് ഇരുമുടി കെട്ടി പോകുന്നതായിട്ടുള്ള കാഴ്ച കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അയ്യപ്പ തത്വം കേരളത്തിൻ്റെ അതിർത്തി വിട്ട്, ദക്ഷിണ ഭാരതത്തിൻ്റെ അതിർത്തി വിട്ട് ഉത്തര ഭാരതത്തിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ഐക്യത്തിൻ്റെതായുള്ള പ്രതീകം ആയിട്ടുള്ള അയ്യപ്പ തത്വം വളർന്ന് ഭാരതത്തിൻ്റെ മുഴുവൻ ഏകീകരണത്തിൻ്റെ മൂർത്തിയായിട്ട് തീരണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. മനുഷ്യരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ദുർബലതകൾ മാറ്റിമറിച്ചുകൊണ്ട് സൽക്കർമ്മത്തിലേക്ക്, ജനങ്ങളുടേതായിട്ടുള്ള നന്മയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ ഓരോ അയ്യപ്പനെയും വളർത്തിക്കൊണ്ടുവരുന്നതാണ് 41 ദിവസത്തിൻ്റെ വ്രതം. ആ വ്രതത്തിലൂടെ മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് ഹരിഹരപുത്രനായിട്ടുള്ള സ്വാമിയെ ദർശിക്കാനായി ശബരിമലയിൽ എത്തിച്ചേരുന്നതായിട്ടുള്ള ഓരോ അയ്യപ്പനും നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമലയുടെ പ്രതീകമായിട്ടുള്ള മാല ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അയ്യപ്പൻ എന്നാണ് അതിന് അറിയപ്പെടുന്നത്. അവരെ പ്രത്യേകിച്ച് പേരെടുത്ത് വിളിക്കാറില്ല. അപ്പം അങ്ങനെയൊരു സാമൂഹിക ഐക്യം വളർത്തുക. രാജശേഖരൻ സാർ പറഞ്ഞു, ഓരോ ഭാഗത്തുള്ളതായിട്ടുള്ള വിഘടന പ്രവർത്തനങ്ങൾ, ഹൈന്ദവ തത്വത്തിനും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതും കേരളത്തിൽ പുറത്തു വിട്ടിട്ട് കേരളത്തിലായിരുന്നു കൂടുതൽ, ബാക്കി എല്ലാ ഭാഗത്തും അതും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈന്ദവ ഏകീകരണവും ഹൈന്ദവ ധർമ്മത്തിനെ പറ്റിയുള്ള അറിവ് വളർത്തിയെടുക്കുക, അതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാന കർമ്മം. അതിലൂടെ ഹൈന്ദവ ശക്തി വളർത്തിയെടുക്കുക, ഹൈന്ദവ സംഘടിത ശക്തി വളർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കാണുന്നതായിട്ടുള്ള ദേശവിരുദ്ധമായിട്ടുള്ള ഹിന്ദു ധർമ്മവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഏക പ്രതികാരം അല്ലെങ്കിൽ ഏക മറുപടി. അതിനു വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഓരോ ഭാഗത്തും ഈ പ്രവർത്തനം വളർത്തിക്കൊണ്ടുവരിക. അതുപോലെ ഭാരതത്തിനെ മുഴുവൻ ഏകീകരിച്ചുകൊണ്ട് ശബരിമല അയ്യപ്പ സേവാ സമാജം അതിൻ്റെ പ്രവർത്തനം ഡൽഹിയിലും വന്നു അതിൻ്റേതായിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ച് വളർന്നു കൊണ്ടിരിക്കുകയാണ്. അതും അതിൻ്റെ പ്രവർത്തനവും നമുക്ക്
മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ഇവിടെ അജിത് കുമാർ മേടെ അദ്ദേഹത്തിന് അടിയന്തരമായ ഒരു മീറ്റിങ്ങിന് പോകണം. കുറച്ച് വാക്കുകൾ കൊണ്ട് ഈ സമ്മേളനത്തിന് ആശംസ ലഭിക്കുന്നു. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം. ശബരിമല അയ്യപ്പ മഹാസത്രം നടക്കുന്ന ഈ രീതിയിൽ എനിക്കും ഒരവസരം ലഭിക്കുകയും നന്ദിയോടെ ഇതിൻ്റെ സംഘാടക സമിതിയെ അനുസ്മരിക്കുകയാണ്. വേദിയിലിരിക്കുന്ന പ്രമുഖ സിനിമ സംവിധായകൻ ശ്രീ ഹരിഹരൻ സർ, മറ്റ് മഹാരഥന്മാർ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഒരുപാട് സമയം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ ആർ നാരായണൻ, അതുപോലെ ശ്രീ വേണുഗോപാൽ, 40 വർഷം കൊണ്ടുള്ള പരിചയക്കാരനാണ് ശ്രീ ശ്രീനിവാസൻ മന്ത്രി, മറ്റ് പ്രമുഖരെ, വേദിയിരിക്കുന്ന എല്ലാവരും സുഹൃത്തുക്കളാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് മലയാളികളുടെ ഒരു സംസ്കാരമായി മാറിയിരിക്കുകയാണ് അയ്യപ്പൻ പാട്ടും അയ്യപ്പ പൂജയുമെല്ലാം. ഒരുപക്ഷെ കേരളത്തിലേക്കാളേറെ ഈ 40 ദിവസമല്ല, ജാനുവരി 14 വരെ എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള അയ്യപ്പ പൂജാ സമിതികളും സംഘടനകളും ഏകദേശം 15ഓളം വരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ അയ്യപ്പ പൂജയുടെ അയ്യപ്പൻ്റെ മന്ത്രധ്വനികൾ ഈ അന്തരീക്ഷത്തിൽ മുഖരിതമായി ഇവിടുത്തെ പൊടിപടലത്തോടൊപ്പം തന്നെ ഈ അയ്യപ്പ ക്ഷേത്രത്തിലൂടെ ഇരിക്കുന്നുകൊണ്ട് ഡൽഹി മലയാളികളുടെ ജാതി മത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്ന പോലെ തന്നെ നമ്മളിവിടെ എല്ലാ വർഷവും ഈ മണ്ഡലകാല സമയത്ത് മണ്ഡല ആഘോഷവും നടത്തി വരും. ഇന്ന് തന്നെ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലായി ഒരുപാട് അയ്യപ്പ പൂജ വേദികൾ ഒരുക്കുന്നുണ്ട്. ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഒരുപാട് സംസാരിക്കുന്നില്ല. ഇവിടുന്ന് 100 കിലോമീറ്റർ മാറി ഭിവാടി, അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമാണ്, അയ്യപ്പ പൂജ നടക്കുകയാണ്. അന്നൊരു ഞങ്ങളുടെ ഒരു സംഗീത പരിപാടി അവിടെയുണ്ട്, പങ്കെടുക്കേണ്ടതുണ്ട്. ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പരിപാടിയുടെ ഇടയ്ക്ക് പോകുന്നതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവിടെ വിടുകയാണ്. ഇന്നിവിടെ എനിക്ക് അവസരം തന്ന പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകർ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ വിനോദിന് എൻ്റെ നന്ദികൾ അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ നടക്കാൻ പോകുന്ന പരിപാടികൾ ഭംഗിയാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി. അടുത്തതായി മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും കലയ്ക്കും വേറിട്ടൊരു കാഴ്ചപ്പാട് പുതിയ നൂറ്റാണ്ടിൻ്റെ കലയായ സിനിമയിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഒരിക്കലും മലയാളിക്ക് മറക്കാൻ പറ്റാത്ത ദൃശ്യ കാഴ്ചയുടെ അമരക്കാരൻ ശ്രീ ഹരിഹരൻ സാർ ഡൽഹിയിൽ. അദ്ദേഹം നിങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ കാലങ്ങൾക്ക് മുമ്പ് എല്ലാ മനുഷ്യരെയും ഏകമായ തൻ്റെ ഇടങ്ങളിലേക്ക് ആകർഷിച്ച അയ്യപ്പൻ്റെ ഈ പൂജ നടക്കുന്ന വേദിയിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാമി ശരണമയ്യപ്പ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മുഖ്യാതിഥികൾ, രാജശേഖരൻ നായർ, രാജേഷൻ സാർ, സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, സഹോദരങ്ങളെ, കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാക്ഷാൽ ശിവവിഷ്ണു ചൈതന്യമായിരിക്കുന്ന ഈ ധർമ്മശാസ്ത്രാവിൻ്റെ അദൃശ്യ സാന്നിധ്യമുള്ള ഈ വേദി, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച പാഞ്ചജന്യം ഭാരതം അയ്യപ്പ സേവാ സംഘം എല്ലാവർക്കും
എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ ഞാൻ പലതും സംസാരിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു വന്നത്. പക്ഷേ കേരളത്തിൻ്റെ നമ്മളെല്ലാം ഇതിനു മുമ്പേ ഉദ്ഘാടകൻ സംസാരിച്ച നമ്മളെല്ലാം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിൻ്റെ ഇന്നത്തെ ചിത്രം അദ്ദേഹം ഇവിടെ വിവരിച്ചതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതിനൊരു പരിഹാര മാർഗം എന്താണെന്നുള്ളത് ചിന്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, മറ്റു വിഷയങ്ങളെ മാറ്റിക്കൊണ്ട് ഞാൻ പറയാം, എനിക്ക് പറയാനുള്ളത് അജ്ഞത ആണ്, അറിവില്ലായ്മ. നമുക്ക് പൊതുവെ ഇന്നത്തെ തലമുറയിലെ ഭൂരിഭാഗം ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഈ രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തുള്ള പലർക്കും അജ്ഞത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആത്മഭാരത സംസ്കാരം, എന്താണ് നമ്മുടെ പൈതൃകം, എന്താണ് നമ്മളുടെ വേദങ്ങൾ, ഉപദേശിച്ചുകൾ എന്നുള്ളതിനെക്കുറിച്ചെല്ലാമുള്ള അജ്ഞതയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കാനും ശുദ്ധീകരിക്കാനൊക്കെ ഉള്ള തോന്നലുണ്ടാകുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് അജ്ഞത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹിന്ദുമത സംസ്കാരപ്രകാരം ഇതെല്ലാം പഠിപ്പിക്കാനുള്ള ഒരു വേദി അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു വേദി നമുക്കില്ല എന്നുള്ളതാണ്. മറ്റു മതങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതെല്ലാം ആ വേദി ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ അതൊട്ടുമില്ല. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലത്ത് ഇത്തരം പുരാണങ്ങൾ, ചരിത്രങ്ങൾ, സത്യസന്ധമായ ചരിത്രങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരു വിധത്തിലെങ്കിലും നമ്മുടെ പൈതൃകത്തെപ്പറ്റിയും സംസ്കാരത്തെപ്പറ്റിയും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ തലമുറയ്ക്കില്ലെങ്കിൽ അടുത്ത തലമുറയെങ്കിലും അത് പഠിപ്പിക്കാനും ബോധവൽക്കരണം നടത്താനുമുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഇത്തരം പാഞ്ചജന്യം ഭാരതം പോലുള്ള പ്രസ്ഥാനങ്ങൾ വളരെയധികം സഹായകമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സഹസ്രാബ്ദങ്ങൾക്കും മുമ്പുള്ള സാംസ്കാരിക പാരമ്പര്യം നമ്മുടെ ഭാരതത്തിനുണ്ട്. മഹാഭാരതം, രാമായണം, വേദങ്ങൾ, ഉപനിഷത്തുകൾ തുടങ്ങി ഒട്ടേറെ ക്ലാസിക് കൃതികൾ ഭാരതത്തിൻ്റെ സംഭാവനയായിട്ടുണ്ട്. ഇതൊക്കെ വല്ലതും നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ഗ്രന്ഥമല്ല, ഒട്ടേറെ ഗ്രന്ഥങ്ങൾ, ഒരു ലൈബ്രറി മുഴുവൻ ഉൾക്കൊള്ളാവുന്ന ഗ്രന്ഥങ്ങൾ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും എല്ലാം നമ്മൾക്കുണ്ട്. ഇതൊന്നും ഒന്ന് പഠിക്കാനോ പഠിപ്പിക്കാനോ മനഃപൂർവ്വം എന്ന് വേണമെങ്കിൽ പറയാം ഒഴിവാക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇന്ന് നേരത്തെ പറഞ്ഞ പോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത്. ഇനിയെങ്കിലും അതുണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സമൂഹത്തിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കാവുന്നതല്ല, അതിനി കുടുംബങ്ങളിൽ നിന്ന് വേണം തുടങ്ങുന്നത്. നമ്മൾ കുടുംബത്തിലുള്ള കുട്ടികളെ, ഓരോ കുടുംബത്തിലുള്ള കുട്ടികളെയും അതിൻ്റെ രക്ഷിതാക്കന്മാർ ഈ രീതിയിൽ പഠനം നടത്താനും പഠിപ്പിക്കാനും വളർത്താനും ശ്രമിക്കാൻ അത് പിന്നെ സമൂഹത്തിലേക്ക് വികസിക്കും. അങ്ങനെ രാജ്യമൊട്ടാകെ അത്തരമൊരു സംസ്കാരം നമുക്കുണ്ടാക്കാൻ കഴിയും.
ഹിന്ദു ഗ്രന്ഥങ്ങൾ വായിക്കുക, പഠിക്കുക, അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ പറ്റി സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു മഹാപരാധം പോലെയാണ് ആളുകൾക്ക് തോന്നുന്നത്. നമ്മളിലുള്ളവർ തന്നെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. മറ്റുള്ള മതങ്ങളെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും അവർക്ക് അവകാശമുണ്ടെങ്കിൽ ആ അവകാശം ജനാധിപത്യ രാഷ്ട്രമായി ഇരിക്കുന്ന രാജ്യത്ത് നമുക്കും വേണമെന്നുള്ള ബോധം നമുക്ക് വേണം ആദ്യം. അത് നമുക്കുണ്ടോ ഓരോരുത്തർക്കും? അത് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതേപോലെ അയൽപക്കത്തുള്ളവരെയും മറ്റുള്ളവരെ പഠിപ്പിച്ചാൽ ഭാവിയിലെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും. പിന്നെ നൂറ്റാണ്ടുകളായിട്ട് ഹിന്ദു സംസ്കാരത്തെയും സനാതനധർമ്മത്തെയും ഒക്കെ തകർക്കാൻ വേണ്ടി ഒട്ടേറെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അത് ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ്. വളരെ വിചാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഭാരതത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നതെന്നാണ്. അല്ല, അതിനു മുമ്പൊക്കെ എത്രയോ മൗര്യ സാമ്രാജ്യം തൊട്ടുള്ള ചരിത്രങ്ങൾ വായിക്കണം, പഠിക്കണം. എന്തായിരുന്നു ഭാരതം? എന്തായിരുന്നു ഭാരതത്തിൻ്റെ അതിരുകൾ എവിടം വരെ ഉണ്ടായിരുന്നു? ഇന്നത്ര വരെ ഉണ്ട്. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് വരച്ചിട്ടുള്ള ഇന്ത്യയുടെ ചിത്രമല്ല ഇപ്പോൾ വരയ്ക്കുന്നത്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു? ഇതൊക്കെ പഠനം നടത്തണം. അത് പഠനം നടത്തുന്നില്ല. അപ്പം നമ്മളുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മളിവിടെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു, അതിനുള്ള പറ്റിയുള്ള ഗ്രന്ഥങ്ങൾ രചിക്കുന്നു എന്നുള്ളത് നമ്മളറിയുന്നില്ല. നമ്മളിവിടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ മാത്രമാണ് ലോകമെന്ന് ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴല്ലേ നമ്മളിപ്പം ഡൽഹിയിൽ വരുന്നു, അല്ലെങ്കിൽ ദുബായിൽ പോകുന്നു, സിംഗപ്പൂരിൽ പോകുന്നു. അവിടെയൊക്കെ ഉണ്ട് അയ്യപ്പന്മാരുടെ പൂജയും പ്രവർത്തനങ്ങളും. ഇത് അവിടെയുള്ളവർ അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, ഇപ്പൊ ഈ ബഹളങ്ങളെല്ലാം കേട്ടതുകൊണ്ടൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഹിന്ദു സംസ്കാരം, ഹിന്ദു പൈതൃകം എന്ന് പറയുന്നത് ആൽമരം പോലെയാണ്. ആൽമരം നട്ട് നനച്ച് വളർത്തേണ്ട ആവശ്യമില്ല. അത് വളർന്നുകൊണ്ടേയിരിക്കും. ലോകത്തെവിടെ മുളയ്ക്കും, പൊട്ടിമുളയ്ക്കും, എവിടെ വളരുന്നുള്ളതിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഹിന്ദുമതത്തെ പറ്റി നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവർ, അറിയുന്നവർ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ പഴയ മാതിരിയല്ല, പലരും അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് സനാതനധർമ്മം, എന്താണ് ഹിന്ദുത്വം, എന്താണ് മഹാഭാരതം, രാമായണം എന്നൊക്കെ പലരും അന്യഭാഷക്കാരും അന്യമതക്കാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും താൽക്കാലികമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് കൊണ്ട് അതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ മഹാഭാരതത്തിൽ ഭഗവാൻ എവിടെയോ ദുര്യോധനോട് പറയുന്നുണ്ട്, മറ്റുള്ളവൻ നശിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വയം നാശമെടുക്കുമ്പോഴാണ്. വളരെ ശരിയാണ്. പുരാണങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ, ഓരോ പുരാണ കഥകളും പരിശോധിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സ്വയം നാശമെടുക്കുമ്പോഴാണെന്നുള്ളത് അവർക്ക് ബോധം വരുമ്പോൾ അവരത് തിരുത്തിക്കോളും. അത്രേ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് എനിക്കിതിനെപ്പറ്റി ഉദ്ഘാടകൻ പറഞ്ഞതിനെപ്പറ്റി എനിക്ക് പറയാനുള്ള കാര്യം. ഇനി അയ്യപ്പൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കലിയുഗ വരദനാണ് അയ്യപ്പൻ. കലിയുഗ വരദൻ എന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിൽ പ്രാർത്ഥിച്ചാൽ, നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ശിവ വിഷ്ണു ചൈതന്യം. ശിവനും വിഷ്ണുവും ഇതേ ചൈതന്യം ഉൾക്കൊള്ളുന്ന അയ്യപ്പൻ്റെ കാര്യം. അതുകൊണ്ട് ഈ കലിയുഗത്തിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാവുന്നത്, ഭജിക്കാവുന്നത് ശിവനെയും വിഷ്ണുവിനെയും ഭജിക്കുന്നത് പോലെ തന്നെയാണ് അയ്യപ്പനെയും. ഒരു ചെറിയ കഥ പറയുകയാണെങ്കിൽ, 1971 ശ്രീ ശബരിമല ധർമ്മശാസ്ത്ര എന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എൻ്റെ ഗുരുനാഥൻ കൃഷ്ണനാരായണൻ ഡയറക്ടർ ചെയ്തെങ്കിൽ പോലും
അതിൻ്റെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത് ഞാനാണ്. ശ്രീ ശബരിമല ധർമ്മശാസ്ത്ര കേരളത്തിലെ പ്രസിദ്ധ നടനായിരുന്ന കൊട്ടാരക്കര ശ്രീധരനാഥായിരുന്നു 12 രാജാവ്. പഴയ കാലത്തെ അംബികയായിരുന്നു തമ്പുരാട്ടി. അതിനകത്ത് ബാല്യകാലം, അയ്യപ്പന്റെ ബാല്യകാലം അഭിനയിച്ചത് പണ്ട് പിന്നീട് ഹിന്ദി പടത്തിൽ വളരെ പ്രസിദ്ധി നേടിയ ശ്രീദേവിയായിരുന്നു. ചെറിയ അയ്യപ്പനായിട്ട് അഭിനയിച്ചു. അത് ചിത്രീകരിക്കാൻ വേണ്ടി ശബരിമല പോയി. സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് ഞാൻ ശബരിമലയിൽ ദർശനം നടത്തുന്നത്. അതിനുശേഷം തുടർച്ചയായി 22 വർഷം യാതൊരു വിഘ്നവും കൂടാതെ ശബരിമലയിൽ ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള 18 ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ഇന്നും ഞാൻ ഈ രീതിയിൽ നിങ്ങളൊക്കെ സമീപിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ സംസാരിക്കാനും ഉള്ള ഒരവസരം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നെഞ്ചോട് ചേർന്ന് അയ്യപ്പനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളിലൊന്നും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കേരളത്തെ സംരക്ഷിക്കണം, എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളത് ശ്രീ ധർമ്മശാസ്താവിനറിയാം. കുറേ വിട്ടുകൊടുക്കായിരിക്കാം, അത് അയ്യപ്പൻ ചെയ്തു കൊള്ളുമെന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ മിസ്റ്റർ രാജൻ സാറിനോട് പറയാനുള്ളത്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നീട് എനിക്ക് പറയാനുള്ളത് പാഞ്ചജന്യം ഭാരതം എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. 3 വർഷമായി പാഞ്ചജന്യം ഭാരതം ആരംഭിച്ചിട്ട് അതിൻ്റെ കലാവിഭാഗം ഉദ്ഘാടനം ചെയ്തത് ഞാനായിരുന്നു. കേരളത്തിലെ ഈ പറഞ്ഞ പോലുള്ള പൈതൃകത്തെ, കലാ, സാംസ്കാരിക, സാഹിത്യ രംഗത്തെ എല്ലാം ചുരുങ്ങിയ കാലം 3 വർഷം കൊണ്ട് തന്നെ ഒട്ടേറെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പ്രവർത്തിക്കാനും പാഞ്ചജന്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കലാപരമായും ഓണത്തിന്, ഓണക്കാലത്ത്, വിഷുക്കാലത്ത്, നവരാത്രി കാലത്ത്, ശ്രീരാമ മാസക്കാലത്ത്, അങ്ങനെ ഓരോ കാലത്തും ഓരോ ആഘോഷവേളയിലും അവർ കാണിച്ചിട്ടുള്ള അഭൂതപൂർവമായ സാമർത്ഥ്യം, പ്രവർത്തനം നമുക്കേവർക്കും അവരെ അഭിനന്ദിക്കാനുള്ള വകയുണ്ടാക്കും. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ. ഒരു ഭാഗത്ത് തകർക്കാൻ ശ്രമിക്കട്ടെ, അതുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ക്ഷേത്രങ്ങളെയും സംസ്കാരത്തെയൊക്കെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, അത് നടത്തിക്കോട്ടെ. അതേ അവസരത്തിൽ മറുവശത്ത് അതിനെ നേരിടാനുള്ള പ്രവർത്തനങ്ങളിലൂടെ, ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അതിനെ നേരിടാനുള്ള ഒരു ശക്തിയും നമ്മൾ ആർജിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂടുതൽ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വളരെയധികം പാണ്ഡിത്യമുള്ള നടേശന്മാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം നല്ല രീതിയിൽ സംസാരിക്കും, ബോധവൽക്കരിക്കുന്നത് എനിക്കറിയാം. അതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ കൊടുക്കുന്നു. നമസ്കാരം. വലിയ രസമാണ്. ഈ മഹത്തായ ആശയത്തെ ഇത്രത്തോളം ഒരു മഹത്തായ വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് താങ്കളുടെ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഈ വേദിയിലെ കലാ, സാംസ്കാരിക, ആത്മീയ വിശ്വാസത്തെ രംഗത്തെ നിരവധി പ്രമുഖരെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. ഈ വേദിയിൽ നമ്മുടെ സർവേശ്വര പൂജയ്ക്ക് സമയമായതുകൊണ്ട് ഈ സമ്മേളനം തുടരുന്നുണ്ട്. സർവേശ്വര പൂജയ്ക്ക് ശേഷം ഈ സമ്മേളനം അതുപോലെ തുടരും. തൽക്കാലത്തേക്ക് പൂജയുടെ കാര്യങ്ങൾ, കാര്യം നമുക്ക് നിഷ്ഠകളുണ്ട്, ഇത് കൃത്യത നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സർവേശ്വര പൂജയ്ക്ക് വേണ്ടി നമ്മൾ ക്രമീകരണം ചെയ്യുകയാണ്. അതിനുശേഷം ഈ സമ്മേളനം നടക്കും. ഈ വേദിയിൽ വെച്ച് കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും
വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച മഹനീയ വ്യക്തിത്വങ്ങളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തിൻ്റെ തനിമയോട് കൂടി ഈ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടി തുടർന്നുള്ള സമയത്തെ നമ്മൾ ക്രമീകരിക്കുന്നു. വലിയ രസമാണ്. ഈ മഹത്തായ ആശയത്തെ എത്രത്തോളം ഒരു മഹത്തായ വ്യക്തി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് താങ്കളുടെ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഈ വേദിയിലെ കലാ സാംസ്കാരിക ആത്മീയ വിശ്വാസത്തെ രംഗത്തെ നിരവധി പ്രമുഖരെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. ഈ വേദിയിൽ നമ്മുടെ സർവേശ്വര പൂജയ്ക്ക് സമയമായതുകൊണ്ട് ഈ സമ്മേളനം തുടരുന്നുണ്ട്. സർവേശ്വര പൂജയ്ക്ക് ശേഷം ഈ സമ്മേളനം അതുപോലെ തുടരും. തൽക്കാലത്തേക്ക് പൂജയുടെ കാര്യങ്ങൾ, കാര്യം നമുക്ക് നിഷ്ഠകളുണ്ട്, ഇത് കൃത്യത നമുക്ക് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സർവേശ്വര പൂജയ്ക്ക് വേണ്ടി നമ്മൾ ക്രമീകരണം ചെയ്യുകയാണ്. അതിനുശേഷം ഈ സമ്മേളനം നടക്കും. ഈ വേദിയിൽ വെച്ച് കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച മഹനീയ വ്യക്തിത്വങ്ങളെ നമ്മൾ ആദരിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തിൻ്റെ തനിമയോട് കൂടി ഈ പൂജാ കാര്യങ്ങൾക്ക് വേണ്ടി തുടർന്നുള്ള സമയത്തെ നമ്മൾ ക്രമീകരിക്കുന്നു. ആസേതു ഹിമാചലം മുഴങ്ങി പാഞ്ചജന്യം പാഞ്ചജന്യം